മാധ്യമങ്ങൾക്കും ഏറെ പഠിക്കാനുണ്ട് ഈ സമരത്തിൽ നിന്ന്. ഇപ്പോൾ മുഖ്യധാര സാമ്പ്രദായിക മാധ്യമങ്ങളെ ഒന്നും അവരടുപ്പിച്ചിട്ടില്ല. പിന്നെ ഗോദി മീഡിയാസ് എന്ന് നമ്മൾ പറയുന്ന കേന്ദ്ര സർക്കാരിന് വാഴ്ത്തുപാട്ടുകൾ പാടുന്ന മാധ്യമങ്ങൾക്ക് വലിയ പരിഹാസവും നേരിടേണ്ടി വന്നു. അതും നമ്മൾ കണ്ടതാണ്. പക്ഷെ അവരുടെ കളം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നിരോധിച്ചപ്പോൾ അവർ ബിറ്റ്ചാറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ആപ്പ് എടുത്തു. ആ ആപ്പിനും പണി വരുന്നു എന്നറിഞ്ഞപ്പോൾ അവർ പുതിയ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു. ആ രീതിയിൽ സോഷ്യൽ മീഡിയ ആയിരുന്നു അവരുടെ ആയുധം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കാലത്തെ സമരമുറയ്ക്ക് എന്തെല്ലാം രീതികൾ അവലംബിക്കണമെന്ന കാര്യത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചും കുറേയേറെ പാഠങ്ങളുണ്ട്. അബു സാഹിബ്, എന്താണ് മാധ്യമങ്ങൾ എങ്ങനെ പുതിയ കാലത്തെ ഇപ്പോൾ ജൻസി സമരത്തെയൊക്കെ മാധ്യമങ്ങളെ നേരിടുന്ന കാര്യത്തിലുള്ള പാഠങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഈ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം, സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ ആദ്യം കാണണം. ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? മെട്രോ സ്റ്റേഷനിൽ അടച്ചിട്ടാണ്. എന്തിനാണ് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് ആളുകൾ എത്തരുത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂട്ടിംഗ് ഇതാണല്ലോ മെട്രോ ആണ്. മെട്രോകൾ അടച്ചിടുന്നു. അതിന് ചുറ്റുവട്ടത്തുള്ള മുഴുവൻ സ്റ്റേഷനുകൾ അടച്ചിടും. അപ്പോൾ മെട്രോ അടച്ചിട്ടാൽ പിന്നെ എങ്ങനെ ആളുകൾ എത്തുക? ആളുകൾ യൂബർ വിളിച്ച് വിളിച്ച് ഓലയോ എന്താണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ വിളിച്ചു. പക്ഷേ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കമ്മ്യൂട്ടിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് രണ്ടും സ്തംഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്താണ്? മൊബൈലാണ്. മൊബൈലിലൂടെ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അല്ലാതെ ഗ്രൂപ്പ്, അതും സാധ്യമല്ല. അവിടെ ജാമർ വെച്ചിരിക്കുകയാണ്. ഇനി പിന്നെയുള്ളൊരു സാധ്യത എന്താണ്? മാധ്യമങ്ങളിലൂടെ അറിയുക, അപ്ഡേറ്റുകൾ അറിയാനുള്ള. മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങളെല്ലാം ഇത് വർഷങ്ങളായി ഇതായി കഴിഞ്ഞു. എന്താണ്? ഗോദി മീഡിയ. ഗോദി മീഡിയ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരാണെന്നറിയോ? രവീഷ് കുമാറാണ്. NDTVയിൽ നിന്ന് പുറത്തുപോയ, NDTV ഹിന്ദി നിന്ന് പുറത്തുപോയി സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ രവീഷ് കുമാറാണ് ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. രാജ്യം മൊത്തം ആ വാക്ക് സ്വീകരിക്കപ്പെട്ടു. രാജ്യത്തിൽ ഇൻ്റർനാഷണൽ മീഡിയ പോലും ഇപ്പോൾ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗോദി എന്ന് പറഞ്ഞാൽ മടിത്തട്ട് മാധ്യമങ്ങളാണിത് എന്നുള്ളതാണ്. ഇനി നോക്കുക സൈഫും, ഈ നമ്മൾ ഈ പറയുന്നില്ല ഗോദി എന്ന വാക്കിന് മടിത്തട്ട് എന്നുള്ളതാണ്. അപ്പോൾ മോദിയുടെ പൊന്നാര നായ്ക്കുട്ടികൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മോഡി എന്ന് പറയുന്നൊരു റിസംബ്ലൻസ് അവിടെ വരുന്നുണ്ട്. ഈ ജന്തർ മന്ദർ വന്നിട്ടുള്ള റീലുകളിൽ ഏറ്റവും അധികം ട്രാക്ഷൻ ഉണ്ടായ റീലുകൾ എന്താണ്? ഈ പറയുന്ന ഗോദി മീഡിയയുടെ ആളുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് ഇവർ മൈക്കും ക്യാമറയായിട്ട് വരും, വളഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ അവരെ വളഞ്ഞിട്ട് അവരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഈ ആംഗ്യം കാണിച്ചുകൊണ്ട് ഗോദി മീഡിയ ഹോയ് ഹോയ്, ഗോദി മീഡിയ ഹോയ് ഹോയ് എന്ന് പറഞ്ഞ് ഇവർ ആട്ടിവിടുകയാണ്. അവരതിൻ്റെ അവിടെ നിർത്തിപ്പോവും, പിറകെ പോവുകയാണ്. അവർ പോകുന്നിടത്തെല്ലാം പിറകെ പോവുകയാണ്. ആ മനുഷ്യർ, അവർ നമ്മളെപ്പോലെ തന്നെ ഈ പണിയെടുക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർ അനുഭവിക്കുന്ന അപമാനമുണ്ട്. പക്ഷെ ആ അപമാനം അവർ അർഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നമ്മൾ ദേശീയ മാധ്യമങ്ങളെന്ന് പറയുന്ന ചാണക ചാനലുകൾ കഴിഞ്ഞ 12 വർഷമായി ചെയ്തതുപോലെയുള്ള അശ്ലീല പ്രവൃത്തി ഒരുപക്ഷെ ലോകത്തെവിടെയും ഒരു മാധ്യമ സ്ഥാപനം ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ ഹീസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നൊക്കെ നമ്മൾ ചുമക്കേൾ. അതല്ല, മുമ്പ് അധ്വാനി പറഞ്ഞില്ലേ, എന്താണ് കുനിയാൻ പറഞ്ഞപ്പം ഇഴഞ്ഞു എന്ന് പറയില്ലേ, അതേക്കാൾ മാരകമായ രൂപത്തിൽ ഭരണകൂടത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരായി മാറിയ മാധ്യമങ്ങൾ. അവരിത്രയും കാലം കഴിഞ്ഞ 12 വർഷമായി അവർ പണിയെടുത്തുകൊണ്ടിരുന്നു 24/7 ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഏർബൻ അപ്പർ എലീറ്റ് ക്ലാസ്സിനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. ഹിന്ദി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ രണ്ട് കൂട്ടരും കൂടി ഇത്രയും കാലം പണിയെടുത്തിട്ട് അതിനൊരു പ്രതിഫലനം ഉണ്ടായിട്ടില്ല, അതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ലേ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ചാനലുകൾ നമ്മൾ എടുത്തു നോക്കുക, ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ആ രണ്ട് ജോണറിലും നമ്മൾ മറ്റേ സംഭവം ഉണ്ടല്ലോ, ബാർക്ക് റേറ്റിങ്ങിൽ 1 മുതൽ 3 വരെ സ്ഥാനത്ത് നിൽക്കുന്ന ചാനലുകളാണ് ഇതൊക്കെ. അത് ABP ആവട്ടെ, ആജ് തക്ക് ആവട്ടെ, മറ്റേ ഇപ്പുറത്ത് ഇവൻ്റെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കാണ്, ടൈംസ് നൗ, റിപ്പബ്ലിക്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബാർക്കിലെ ആദ്യ സ്ഥാനക്കാരാണ്. എന്തോന്നാണ് ഈ ബാർക്ക് എന്ന് പറയുന്നത്? അതും കൂടെ നമ്മൾ കാണണം. ഈ പറയുന്ന ടെലിവിഷൻ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതും മനുഷ്യർ തമ്മിലൊരു ബന്ധമില്ല എന്നും കൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. റേറ്റിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള ചാനലുകളെല്ലാം ഈ സമരത്തെ ഡിമണൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്, ഈ സമരത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ഇന്നലെ രാജ്ദീപ് സർദേശായിട്ടൊരു സംസാരം കേൾക്കുകയായിരുന്നു. ഈ നമ്മുടെ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ്
ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഈ നമ്മളെ മുഖ്യമന്ത്രിയായുള്ള പേര് അരവിന്ദ് കെജ്രിവാളും വൺ ഓഫ് ഹിസ് എയ്ഡ്, ഐ ഫോർഗോട്ട് ദ നെയിം, രണ്ടുപേരും കൂടെ രാജ്ദീപിൻ്റെ അടുത്തേക്ക് വരികയാണ് സ്റ്റുഡിയോയിൽ. അന്ന് അദ്ദേഹം CNN IBNലാണ്. CNN IBN സ്റ്റുഡിയോയിലേക്ക് രാജ്ദീപിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ രാജ്ദീപിനോട് അവർ പറഞ്ഞു, സാർ നമ്മളിങ്ങനെ ഒരു അഴിമതിക്കെതിരെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവാണ്, നിങ്ങൾ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ദീപ് പറഞ്ഞു, സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ ന്യൂസ് അല്ല, അതൊരു സ്പെക്ടക്കിൾ ഇല്ലാത്തൊരു സംഭവമാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമ്മൾ സംസാരിക്കുന്നത് പിരിഞ്ഞു പോകുന്നു. അപ്പോൾ രാജ്ദീപ് പറയുന്നത് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെയാണ് ഇന്ത്യയിൽ എവിടെയും അൺനോൺ ഫിഗറായിരുന്നു അണ്ണാ ഹസാരെ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിദർഭ മേഖലകളിലെ കുറച്ച് ആളുകൾക്ക് അറിയാമെന്നുള്ളത്. അണ്ണാ ഹസാരയെ കൊണ്ടുവരുന്നു, അദ്ദേഹം അവിടെ ഇരിക്കുന്നു, 24/7 അതിൻ്റെ ഈച്ച് മൊമെൻറ്റുകൾ ലൈവ് കൊടുക്കുകയായിരുന്നു ചാനലുകളെല്ലാം. എങ്ങനെയാണ് ഈ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിനെ, അണ്ണാ ഹസാര മൂവ്മെൻറ്റിനെ ചാനലുകൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തത്? അതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയല്ല ചെയ്തത്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അതിന് പരമാവധി അതിൻ്റെ 10 മടങ്ങ് വോള്യം ഇതുകൂടി എയർ ടൈം കൊടുത്തിട്ട് അതിന് വലിയ തോതിൽ ആഘോഷിക്കണം എന്നത്തെ ഇന്ത്യൻ മീഡിയ ചെയ്തു. അത് നമ്മൾ മനസ്സിലാക്കണം. ഭരണകൂടം ആരാണ്? ഇദ്ദേഹത്തിൻ്റെ ഭരണകൂടം, മൻമോഹൻ സിംഗിൻ്റെ. അപ്പോൾ അന്നത്തെ ഭരണകൂടം മാധ്യമങ്ങളോട് ചെയ്ത സമീപനം എന്തായിരുന്നു കൂടെ അതിൽ മനസ്സിലാവും. അപ്പോൾ സർക്കാരിന് അതൊരു സമരം വന്നപ്പോൾ അതിന് വലിയ തോതിൽ അതിനെ പ്രതിഫലിപ്പിക്കണം അന്ന് മീഡിയ ചെയ്ത്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? നേരെ തിരിച്ചാണ്. അപ്പോൾ അന്ന് രാജ്ദീപ് ഇങ്ങനെ പറയുന്നുണ്ട്, ആ സമരം മുന്നോട്ട് പോകുന്നു ലോക്പാലാണ്. അവർ ആദ്യം ഉന്നയിച്ചൊരു ഡിമാൻഡ് ലോക്പാൽ കൊണ്ടുവരണമെന്നാണ്, ലോക്പാൽ ബില്ല്. അപ്പോൾ ലോക്പാൽ ബില്ല് കൊണ്ടുവരണമെന്നുള്ള ഡിമാൻഡ് വന്നപ്പോൾ മൻമോഹൻ സിംഗ് എങ്ങനെയാണ് പ്രതികരിച്ചത്? 4 അംഗ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റി അതിനുവേണ്ടി നിശ്ചയിക്കുകയാണ്. പ്രണബ് മുഖർജി അടക്കമുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി യോഗം ചേരുന്നു. ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് വിളിക്കുന്നത്? ഒരു എന്താണ് ജനസഭയിലും ജനപ്രതിനിധി സഭയിലും അംഗമായിട്ടില്ലാത്ത ഈ പ്രക്ഷോഭകാരികൾ, ഇതിൻ്റെ ആളുകൾ, പ്രശാന്ത് ഭൂഷൺ, അരവിന്ദ് കെജ്രിവാൾ, അണ്ണാ ഹസാരെ, ഇവരൊക്കെ ഇന്ത്യയിലെ ടോപ്പ് മിനിസ്റ്റേഴ്സുമായിട്ട് കൂടിയിരിക്കുന്നു. ആ കമ്മിറ്റിയിൽ വരുന്നു, ചർച്ച ചെയ്യുന്നു. നിരന്തരമായുള്ള നെഗോഷിയേഷനാണ് സർക്കാരും സമരക്കാരും തമ്മിൽ നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും നിലകളിൽ നെഗോഷിയേഷൻ നടന്നോ? ഒരു നെഗോഷിയേഷനും ഇല്ല. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, മാധ്യമങ്ങൾ പരിഗണിക്കുന്നില്ല. സ്റ്റിൽ ഈ സമരം മുന്നോട്ട് പോയി. എഗൻ മാധ്യമങ്ങൾ പരിഗണിക്കുന്നു മാത്രമല്ല, ഡിമോണൈസ് ചെയ്യാൻ വേണ്ടി നടത്തിയുള്ള ശ്രമങ്ങൾ. ബാംഗ്ലാദേശ്, ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമി ബാംഗ്ലാദേശിൻ്റെ കത്ത് എന്ന് പറയുന്നത് അത് ഉഡായിപ്പാണ് എന്ന് അത് ഡീബങ്ക് ചെയ്യപ്പെട്ടിട്ട് ഇന്ത്യയിലെ പോപ്പുലറായിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് ജേർണലിസ്റ്റുകളെല്ലാം അത് തട്ടിപ്പാണെന്ന് പറഞ്ഞതിന് ശേഷവും ഈ പറയുന്ന ദേശീയ ചാനലുകൾ എന്ന് പറയുന്ന അവരതേക്കുറിച്ച് വാർത്ത കൊടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ബാംഗ്ലാദേശ് ഇതിനെ പിന്തുണച്ചു. അവർ പിന്തുണച്ച് എന്തോ ആയിക്കോട്ടെ, പിന്തുണച്ചെങ്കിൽ തന്നെ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് വെക്കുന്നു. ഇന്നലെയാണ് അർണബ് ഗോസ്വാമി അട്ടഹസിക്കുന്നത്, ഖത്തറിൽ നിന്നാണ് ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട്. ഇത് നോക്കൂ, ഇത്രയും കാലം ഉപയോഗിച്ച ടൂളുകൾ തന്നെയാണിത്. ഇവരുടെ പ്ലേ ബുക്കിൽ ഇവരുടെ ടൂൾ കിറ്റുള്ള ടൂളുകൾ തന്നെയാണ്. പക്ഷെ അത് ഏഷ്യയില്ല. അത് ഈ പറയുന്ന ചാനൽ, ഈ ട്രഡീഷണൽ മീഡിയ എന്ന് പറയുന്ന മീഡിയ ഓർഗനൈസേഷൻസ് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ആക്ച്വലി നിങ്ങൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇത് ഈ മീഡിയ ഓർഗനൈസേഷൻ മാത്രമല്ല, ഞാൻ പറയുന്നത് ബ്രാൻഡ് മാനേജേഴ്സ് കൂടി ആലോചിക്കേണ്ട കാര്യമാണ്, അഡ്വർടൈസേഴ്സ് കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ വലിയ വലിയ ബാർക്ക് റേറ്റിങ്ങിൽ റേറ്റിങ്ങിൽ മുൻസാൻ നിൽക്കുന്ന മുൻനിര ചാനലുകൾ, ദേശീയ ചാനലുകൾ, ഗടാഗടിയ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ മീഡിയ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നിങ്ങളെ ബ്രാൻഡിന് എന്ത് വാല്യൂ ആണ് തരുന്നത് കൂടെ ആലോചിക്കണം. അത് എങ്ങനെ നിങ്ങളെ ജനങ്ങളിലേക്ക്, നിങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണോ, ഉള്ള ബ്രിഡ്ജ് തകർക്കുകയാണോ എന്നുകൂടെ ആലോചിക്കണം. ഇത് എഗൻ നമ്മൾ ടെക്നോളജിക്കലി സംസാരിക്കുകയാണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ടെലിവിഷൻ അതിൻ്റെ അസ്തമയം കൂടെയാണത്. ബ്രോഡ്കാസ്റ്റ് അതിന് പ്രത്യേകിച്ച് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയി കഴിഞ്ഞു, അത് ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന കൂടെയാണ്. എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിനപ്പുറം ഡിജിറ്റൽ യൂണിവേഴ്സ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എഗൻ സേഫ് നോക്കും. നമ്മൾ ഈ പ്രോഗ്രാം, ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാം കേരളത്തിൻ്റെ മീഡിയ ലാൻഡ്സ്കേപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രയോറിറ്റി എന്നൊരു അപ്രോച്ച് ആദ്യം സ്വീകരിക്കുന്ന സ്ഥാപനം നമ്മളാണ്. ഈ പ്രോഗ്രാം 1.5 വർഷത്തോളം ഡിജിറ്റൽ മാത്രമായിരുന്നു. നമ്മൾ ഡിജിറ്റലാണ് ഇത് തുടങ്ങിയത്. നമുക്ക് അന്ന് ഒരു ടെലിവിഷൻ ചാനൽ ഡിജിറ്റൽ ഓൺലി പ്രോഗ്രാം, ഒരു ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് അന്ന് ആളുകളുടെ ആലോചന ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ഡൈനാമിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാക്ഷൻ, അതിൻ്റെ ഒരു റിസപ്ഷൻ
എഗൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൗസ് ഹോൾഡ് ടി വി അതാര് കാണും? എഗൻ നോക്കുക, ബ്രോഡ്കാസ്റ്റിലെ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകളുടെ അവരുടെ ഒരു ഡെമോഗ്രഫി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കഴിയുന്ന അതേ പോപ്പുലേഷൻ തന്നെയാണ് ഇതിനകത്തും കഴിയുന്നത്. സീനിയർ സിറ്റിസൺസ് ആണ് ഇപ്പോൾ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ടെലിവിഷൻ വ്യൂവേഴ്സായിട്ട് കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് മീഡിയ എന്ന് പറയുന്ന ഒരു ദാറ്റ് യൂണിവേഴ്സ് ഈസ് ബീങ് ഷാറ്റേർഡ്. പുതിയൊരു ഒരു മൾട്ടിവേഴ്സ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നതും കാണാത്തതും നമ്മൾക്ക് മനസ്സിലാവുന്നതും മനസ്സിലാക്കാത്തതുമായുള്ള ഹൈലി ഡിവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ അർണബ് ഗോസ്വാമിക്കൊന്നും ഒരു റോളും ഇല്ല. അതിൽ അർണബ് ഗോസ്വാമിക്ക് റോളില്ല. ആ ടൈംസ് നൗവിൽ നിന്ന് ഒച്ച വെക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ, താടിക്കാരൻ, ഇവർക്കൊന്നും ഒരു റോളില്ല. ഇവരൊക്കെ എന്തോരം ബഹളങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞയച്ച പാവപ്പെട്ട റിപ്പോർട്ടർമാരാണ് അവിടെ ഹെക്കൽ ചെയ്യപ്പെട്ടത്, ജന്തർ മന്ദറിൽ അപമാനിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് അവർ അപമാനിക്കപ്പെട്ടത്? അവരുടെ ഈ എഡിറ്റോറിയൽ ബോസ്, ഞാൻ പറയുന്നത് അവരുടെ സ്പോൺസേഴ്സിന്, അവരുടെ എഡിറ്റോറിയൽ ബോസ് തന്നെ എടുത്തിട്ടുള്ള വൃത്തികെട്ട നിലപാടുകളുടെ പേരിൽ അവരുടെ ഗ്രൗണ്ട് റിപ്പോർട്ടേഴ്സ് അവഹേളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതല്ല, അവരെത്രത്തോളം ഇമ്പോർട്ടൻ്റാണ്, അവരുടെ ശേഷി എന്താണ് എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരാലോചിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അജിംസ്, മാധ്യമങ്ങൾക്ക് ഈ സമരം നൽകുന്ന പാഠങ്ങൾ എങ്ങനെയാണ്? ഞാൻ മാധ്യമങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഈ ഘട്ടത്തിൽ അവർക്കില്ല. ഈ ഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഉണ്ടായിരുന്ന സമയമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 2014 മുമ്പ് ഇന്ത്യയിലെ 82ഓളം മാധ്യമ സ്ഥാപനങ്ങൾ റിലയൻസ് ഗ്രൂപ്പ് ഒറ്റയടിക്ക് വാങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച CNN നെറ്റ്വർക്ക്. ഇന്ത്യയിലെ എല്ലാ വേനാക്കുലർ ആയിട്ടുള്ള ചാനലുകളും അവർക്ക് ഫുട് പ്രിൻ്റ് ഉണ്ടായിരുന്നു. മലയാളത്തിൽ, തമിഴിൽ എല്ലായിടത്തും അവർക്ക് ചാനലുണ്ട്. അപ്പോൾ 82 മാധ്യമ സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് ഒരു കോർപ്പറേറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇന്ത്യയുടെ ഒരു മാധ്യമ പോളിസിക്കെതിരാണ്. ഇപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അത് പത്രങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ മീഡിയ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒരേ ആൾക്ക് ഒന്നിലധികം മാധ്യമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അവർ പ്രോത്സാഹിപ്പിക്കില്ല. പത്രങ്ങളുടെ കാര്യത്തിൽ, ടെലിവിഷൻ ചാനലിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു സ്ഥാപനമില്ല, സ്വന്തം സ്ഥാപനമില്ല. പക്ഷേ ഇതിങ്ങനെ സംഭവിക്കുകയാണ്. 2013 അവർ വാങ്ങുന്നത്. അതേ വർഷം തന്നെയാണ് ഫേസ്ബുക്ക്, വാട്സപ്പ് അക്വയർ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്ത വളരെ പ്രധാനപ്പെട്ട മീഡിയ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക് വാങ്ങുന്നു. മറ്റൊന്ന് റിലയൻസ് 82 മാധ്യമങ്ങൾ ഒരുമിച്ച് വാങ്ങുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? പിന്നെ കാണുന്നത് നമുക്ക് സർക്കാരിൻ്റെ ഹീസ് മാസ്റ്റേഴ്സ് വോയിസ് ആവുക എന്നുള്ളതൊക്കെ ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പല രാജ്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ലോകത്തെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഏറ്റവും താഴേക്ക് പോകാനുള്ള കാരണം അതൊന്നുമല്ല. ഈ മാധ്യമങ്ങൾ മുട്ടിലഴയുകയോ കിടക്കുകയോ മാത്രമല്ല ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ട് ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന കുറേ അവന്മാർ വർഗീയത പറയുന്നു. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പം ഭരണകൂടത്തിൻ്റെ ഭാഷയും പറയാം, ദാറ്റ്സ് ഫൈൻ. ഇതങ്ങനെയല്ല. സൊസൈറ്റിയെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഏറ്റവും പീക്ക് ടൈം നമ്മൾ കണ്ടത് കോവിഡിൻ്റെ സമയത്താണ്. കോട്ട് സ്യൂട്ടൊക്കെ വന്നിരുന്നിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരുന്നത് സാധ്യ പ്രാചിക പറയുന്ന കാര്യം ടെലിവിഷനിൽ വന്നിരുന്ന് പറയുകയാണ്. എന്നിട്ട് അവരെ നമ്മൾ ജേർണലിസ്റ്റുകൾ എന്ന് വിളിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാം ഇന്ത്യയിൽ പോപ്പുലർ ആവുന്നതും ഇവരുടെ വിഷപ്രചാരണം, ടെലിവിഷൻ വഴിയുള്ള വിഷപ്രചാരണം അതിൻ്റെ പീക്കിലെത്തുന്നതൊക്കെ ഒരേ സമയത്താണ്. നമ്മളത് മനസ്സിലാക്കണം. ഒരു ഘട്ടത്തിൽ രാജ്യത്തെ പോളറൈസ് ചെയ്യുന്നതിൽ വലിയ പണിയെടുത്തു. 2014 മുതൽ 2020 വരെയുള്ള സമയത്ത്. ഈ സമയത്താണ് ഇൻസ്റ്റ വളരുന്നത്. ആ വളർച്ച വളരെ നിർണായകമാണ്. അത് ഈ ടെലിവിഷനിൽ നിന്നുള്ള ഈ കാഴ്ചക്കാർ കൂട്ടമായി ഇൻസ്റ്റയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും യുവാക്കൾ ഇൻസ്റ്റയിലേക്ക് പോകുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കലും ഹെയ്റ്റിന് ട്രാഫിക്കില്ല. നിങ്ങൾ എത്ര ഹെയ്റ്റ് കണ്ടിട്ടുണ്ടായാലും അതിന് ട്രാഫിക്കില്ല. അതിൻ്റെ ആൽഗരിതം അങ്ങനെ തന്നെയാണ്. അവിടെ നിന്നാണ് രാജ്യത്ത് ഈ പറയുന്ന ഈ സമരത്തിലേക്ക് തിരിയുന്ന ദിശാമാറ്റം ഉണ്ടാകുന്നത്. ടെലിവിഷനെ ഈ പറയുന്ന ഗോദി മീഡിയയെ ജനം കൈവിട്ടു മാത്രമല്ല, അവരെ നമ്മൾ ഈ സമരരംഗത്ത് കണ്ടാണ്. ഇൻസ്റ്റയിലേക്ക് നമ്മൾ വന്ന് നോക്കുക. ഇൻസ്റ്റയിലെ ഏറ്റവും നല്ല മാധ്യമ വിമർശനം റീലുകളായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോദി മീഡിയയിലെ ആങ്കർമാർ ഇരുന്ന് തേയുന്ന റീൽസിനാണ്. അതിന് റിയാക്ഷൻ വീഡിയോസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഈ ജന്തർ മന്ദർ സമരത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള റീലുകളൊന്ന് റൂബിക്ക ലിയാഖ് എന്ന് പറഞ്ഞൊരു വിഷപ്രചാരകയായ ജേർണലിസ്റ്റ് ഉണ്ട്. അവരിപ്പോൾ ന്യൂസ് എയ്റ്റീനിലാണോ? എവിടെയാണെന്ന് അറിയില്ല. അവരിങ്ങനെ മാറി നടക്കും. മറ്റേ ചങ്ങായി ദൂരദർശനിലെത്തി, സുധീർ. എവിടെയാണെന്നും പറയാൻ പറ്റില്ല. ഇവർ ഈ അർണബിൻ്റെ ശൈലിയിൽ ബലൂചിസ്ഥാനിൽ നിന്ന് ഒരാളെ കൊണ്ടു നിർത്തി ചർച്ച നടത്താണ്. അപ്പോൾ ഇതൊരു ടെലിവിഷനാണ് എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാനി
റൂബിക്ക ലിയാഖത്തിനെ അശ്ലീലം പറഞ്ഞെടുത്തു കൊടുക്കുകയാണ്. സീരിയസ്ലി അവർ ടെലിവിഷനിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ഇരുന്ന് പക്ഷേ ഇവരിത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യാണ്. അശ്ലീലം എന്ന് പറഞ്ഞാൽ മോദിയെയും റൂബിക്കയെയും ചേർത്തുകൊണ്ട് പോലും അയാൾ അശ്ലീലം പറയുകയാണ് ടെലിവിഷനിൽ വന്നിരുന്നത്. ഇതിനുള്ള റിയാക്ഷൻ വീഡിയോസാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത്രമാത്രം നാണം കെട്ട ഒരു പണിയായി ഈ പണി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് താഴേക്ക് പോയത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ജന്തർ മന്ദറിൽ ഒരു സമരക്കാരൻ ഒരു മിത്രണിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ റീലൂടെയുണ്ട്. എങ്ങനെയാണ് താഴെ പോയെന്നുള്ളത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗോദി മീഡിയ ഈ കഴിഞ്ഞ 12 വർഷം രാജ്യത്തോട് ചെയ്തത് എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു തലമുറ കൂടിയാണിത്. അപ്പോൾ ഇന്ത്യയുടെ മീഡിയ ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഇതിന് റെലവൻസ് ഇല്ല, ഇതിന് ടെലിവിഷനെ പറ്റി സംസാരിക്കുന്നതിൽ റെലവൻസ് ഇല്ല. ഞാൻ കൺസേൺഡ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മന്ത്രിമാരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ റീലിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റ എങ്ങനെയാണ് ഇനി BJP യും RSSും പിടിക്കാൻ പോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ച് മെറ്റയെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട റവന്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഇൻസ്റ്റ. ഫേസ്ബുക്കിലൊന്നും ആരുമില്ല. ഫേസ്ബുക്കിലൊരു കണ്ടന്റ് ഇടാൻ കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അത് നിലനിർത്താൻ വേണ്ടി. ഇവിടെ അതല്ല, ഇവിടെ വലിയ തോതിൽ അവർക്ക് റവന്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിലേക്ക് ഇനി ഇവർ ഹേറ്റും കൊണ്ടുവരുവാണോ, അതല്ല ഇനി വേറെ എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുവാണ്. എന്തായാലും ഇൻസ്റ്റ വിട്ടുകളയും. ഇപ്പോൾ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കമ്പാറ്റബിൾ അല്ലെങ്കിൽ അവരെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ മെസ്സേജിങ് ആപ്പുകളുടെ കാര്യം തന്നെ എടുക്കുക. വാട്സപ്പ് അവർ ഫാമിലി അഫയേഴ്സിന് വേണ്ടി മാത്രമാണ് പുതിയ തലമുറ ഉപയോഗിക്കുന്നത്. പേരൻസിനോട് സംസാരിക്കാൻ, ഫാമിലി ഗ്രൂപ്പിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി. അവരുടെ ലോകം വേറെ പല ആപ്പുകളുമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മില്ലേനിയൽസിന് അത്ര സുപരിചിതമല്ലാതെ അവർ ഉപയോഗിക്കാത്ത പല ആപ്പുകൾക്കും മില്യൺ കണക്കിന് യൂസേഴ്സ് ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ ടെലഗ്രാം ആവട്ടെ, സ്നാപ്ചാറ്റ് ആവട്ടെ, ഇന്നലെ നിരോധിച്ച ബിറ്റ്ചാറ്റ് ആവട്ടെ, ഈ പറയുന്ന ഒരുപാട് മെസ്സഞ്ചർ ആപ്പുകൾ പുതിയ തലമുറ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇപ്പോൾ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മെസ്സഞ്ചർ ആപ്പുകളിലാണ് ഈ മാർക്കറ്റ് പ്രധാനമായി ശ്രദ്ധിക്കുക. അഡ്വർടൈസേഴ്സ്, മാർക്കറ്റിംഗ് ടീം, ഇതും അൺടാപ്ഡായി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇൻസ്റ്റയുടെ DM, മെസ്സഞ്ചർ, ടെലഗ്രാം, ഇങ്ങനെയുള്ള അറിയപ്പെടാത്ത ഇപ്പോൾ വൈബറൊക്കെ പഴയ സാധനമാണ്. ഇപ്പോഴും അത് പുതിയ ജനറേഷൻ ഉപയോഗിക്കുന്നുണ്ട് വൈബറൊക്കെ. അങ്ങനെ ഒരുപാട് മെസ്സഞ്ചർ ആപ്പുകളുണ്ട്. ഈ മെസ്സഞ്ചർ ആപ്പുകളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പിൻട്രസ്റ്റ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ചിത്രങ്ങളൊക്കെ അപ്പോൾ ഇത്തരം ആപ്പുകൾ വഴിയാണ് യഥാർത്ഥത്തിൽ ഈ സമരം ഉണ്ടായത് തന്നെ ആപ്പുകൾ കാരണമാണ്. അല്ലെങ്കിൽ എത്രയോ മുമ്പ് ഇത് കേന്ദ്ര സർക്കാർ ഇത് പൊളിച്ചു കളയുമായിരുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ നിലനിന്നത് എങ്ങനെയാണ്? ഡിസ്കോഡ് വഴിയാണ് അവരുടെ ഡിസ്കഷൻ നടന്നത്. ഡിസ്കോഡ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെന്ന് ജിക്ക് അറിയ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. അത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. യുവാക്കൾക്കിടയിൽ വളരെ പ്രചാരമുള്ളൊരു സാധനമാണ്. അതിന് വലിയ തോതിൽ സബ്സ്ക്രിപ്ഷൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്തരം മെസ്സഞ്ചർ ആപ്പുകളെ എങ്ങനെ വരുതിയിലാക്കും? ഇപ്പോൾ ബിറ്റ്ചാറ്റ് നിരോധിച്ചതുപോലെ ഇനി ഇവരെയൊക്കെ വരുതിയിലാക്കുമോ, അതിലേക്ക് കടന്നു കയറുമോ എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. പക്ഷേ അങ്ങനെ കടന്നു കയറിയാൽ പോലും പുതിയ സാധനങ്ങൾ വരും, ഇപ്പോൾ പുതിയ ആപ്പുകൾ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ദാവൂദ് പറഞ്ഞതുപോലെ ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയ അത് അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്രസക്തമായിട്ട് കുറച്ച് വർഷങ്ങളായി. ഇന്ത്യൻ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അതിന് ഇനി ഒരു വിലയുമില്ല. അർണബ് ഗോസ്വാമിയൊക്കെ വേറെ പണിക്ക് പോകായിരിക്കും നല്ലത്. യെസ്, അപ്പോൾ ഈ സമരത്തിൽ കേന്ദ്ര സർക്കാരിന്, പ്രതിപക്ഷത്തിന്, മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്.